എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ എളുപ്പത്തിലൊരു തക്കാളി അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. വളരെ എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യും, എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് തക്കാളി, നല്ലൊരു പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുക്കേണ്ടത്. നന്നായിട്ട് പഴുത്ത തക്കാളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അച്ചാർ. ചെറിയൊരു മധുരവും പുളിപ്പൊക്കെ ഉണ്ടാവും നമ്മുടെ ഈ തക്കാളി അച്ചാറിന്. അപ്പോൾ തക്കാളിയൊക്കെ വൃത്തിയായി കഴുകി മാറ്റി ഒരു ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് പുളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. എന്നാലും ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഈ പുളി വെള്ളത്തിലാണ് നമ്മുടെ ഈ തക്കാളി വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ തക്കാളി ഇതേ മുഴുവനായിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിന് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് തക്കാളി നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. പുളി വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ തക്കാളി വെന്ത് കിട്ടാൻ. വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയുടെ തോലൊക്കെ ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും. അപ്പോൾ ഈ പുളി ഉപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാൻ. കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിന്ന് തക്കാളി മാറ്റി വയ്ക്കണം. പുളിവെള്ളത്തിൽ നിന്ന് കുറച്ച് നേരം പുളിവെള്ളത്തിൽ ഇട്ടതിന് ശേഷം അതൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുക. തോലൊക്കെ ഇങ്ങനെ വേഗം വേറിട്ട് കിട്ടും. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. പേസ്റ്റായിട്ട് അരച്ചെടുക്കണവർക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ അത് നടുകെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ കളയണം കേട്ടോ. വെള്ളമൊക്കെ കളഞ്ഞ് മുറിച്ചെടുക്കുകയും ചെയ്യുക. അതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ അരച്ച് പേസ്റ്റായിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ കാണിക്കുന്നത്. കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഉടയ്ക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇപ്പോൾ തോലൊക്കെ അത് നന്നായിട്ട് വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതേപോലെയാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പം ഞാനതൊന്ന് അങ്ങനെ കുത്തിയിട്ട് അതിൽ കുറച്ച് കുരുവും വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ മുറിച്ചിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് കൊടുക്കുക, കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ഇട്ടിട്ട് അരയ്ക്കണമെന്നേ ഉള്ളൂ. അതിന് ശേഷം ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ, കൂടുതൽ ഉലുവ ആവരുത്. ഉലുവ ഇടുക, അല്ലെങ്കിൽ ഉലുവയുടെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏതാണെങ്കിലും കൂടുതൽ ഇടരുത്. തക്കാളിയുടെ അളവ് അനുസരിച്ചിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ കഴിക്കും. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി കൂടുതലായാലും ഒരു കുഴപ്പമില്ല, അത്രയും നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കിട്ടും കേട്ടോ. എത്ര വെളുത്തുള്ളി, അത് നാരങ്ങ അച്ചാറായാലും തക്കാളി അച്ചാറാണെങ്കിലും ഒക്കെ ഈ വെളുത്തുള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ വെളുത്തുള്ളി എന്ന് ഇടുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടരുത്, നടുകെ പൊളിച്ചിട്ട് വേണം ഇടാൻ. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇടണം. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ പൊടികൾ കരിയരുത്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി. എണ്ണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കരിയില്ല. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കുക, പൊടി കരിയരുത്. അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളിയുടെ അരപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഗ്യാസ് കുറച്ച് വെച്ച് ഇട്ട് വേണം ഇളക്കാൻ. അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മുഴുവനും വറ്റണം കേട്ടോ. വെള്ളത്തിൻ്റെ ഇതെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാനിവിടെ കുറച്ച് തക്കാളി എടുത്തുള്ളൂ. ഇതുപോലെ 1 കിലോനോ 2 കിലോനൊക്കെ വാങ്ങി ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. വെള്ളത്തിൻ്റെ ഇത് മുഴുവനും വറ്റിയില്ലെങ്കിൽ പൂക്കും. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ടിട്ടാൽ നമ്മൾ വേവിച്ചാലും ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോഴാണ് നമ്മുടെ അച്ചാർ ഇങ്ങനെ പാകമായി എന്ന് പറയാൻ പറ്റും. കണ്ടില്ലേ, കളർ ഒന്നുകൂടി കൂടണമെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ വെറും എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പച്ചമുളക് ഇട്ടുണ്ടല്ലോ, അപ്പോൾ പാകത്തിന് എരിവാവും. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടോ, കളറൊക്കെ വറ്റി, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു, വെള്ളമൊക്കെ വറ്റി, എണ്ണ മുകളിലേക്ക് തെളിഞ്ഞ് വരുമ്പോൾ ചക്കയൊക്കെ വരട്ടിയിടില്ലേ നമ്മൾ, അതേപോലെ കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയി കഴിഞ്ഞു. അത് കുപ്പിയുടെ കുറച്ചേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് ആക്കി വയ്ക്കുകയാണ്. കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. വെള്ളത്തിൻ്റെ അളവ് നല്ലോണം വറ്റിയില്ല എന്നുണ്ടെങ്കിൽ പൂപ്പൽ വരും. അതാ പറയുന്നത്, വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കണം.
അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ അച്ചാറൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പീസ് മാത്രമേ നമ്മുടെ ചാനലിലുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.